ഹലോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഞാൻ എവിടെയാണ്, എന്താ പരിപാടി എന്നുള്ളൊക്കെ കാര്യങ്ങൾ. അപ്പോൾ നെക്സ്റ്റ് ഞാൻ പോകേണ്ടത് അടുത്ത ഇൻ്റർവ്യൂ സ്ഥലത്തോട്ടാണ്. അവിടെ ഈവനിങ് 5 മണിക്കാണ് കേട്ടോ നമ്മുടെ ഇൻ്റർവ്യൂ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊരു മാർക്കറ്റ് പോലെയുള്ളൊരു സ്ഥലമാണ്. ഞാൻ പോയ സമയത്ത് അധികം തിരക്കും കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് ഈവനിങ് ആണ് പൊതുവേ നല്ല തിരക്കുണ്ടാവുക തോന്നുന്നുണ്ട്. പിന്നെ അവിടെ കുറേ ലാഭമുള്ള കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവിടെ പോയപ്പോൾ ഒരു ശ്രീലങ്കൻ തമിഴ് ആൾക്കാരെയൊക്കെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വന്നിറങ്ങി അതേ സ്റ്റേഷനിലേക്ക് തന്നെയാണ് തിരിച്ചു പോകേണ്ടത്. എന്നിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് വീണ്ടും ഓവർഗ്രൗണ്ട് എടുത്തിട്ട് ഞാൻ അടുത്ത സ്ഥലത്തോട്ടാണ് പോണത്. ഈ വഴി കൂടെയൊക്കെ ഞാൻ ഫസ്റ്റാണ് കേട്ടോ പോണത്. പിന്നെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓവർഗ്രൗണ്ട് ആയാലും ട്യൂബ് ആയാലും എല്ലാത്തിൻ്റെ അകത്ത് നമുക്ക് സൈക്കിൾ അലൗഡാണ് കേട്ടോ. പക്ഷേ നാഷണൽ റെയിൽവേയിൽ സൈക്കിൾസ് അലൗഡ് അല്ല. പിന്നെ ഇതെല്ലാം ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് തന്നെ പോകണം. സിറ്റി മാപ്പറും യൂസ് ചെയ്യുക. ഞാൻ വന്നപ്പോൾ തൊട്ട് ഗൂഗിൾ മാപ്പർ ആയതുകൊണ്ട് അത് തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ഇപ്പം ഞാൻ പോണത് ബ്രിക്സ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നു. അപ്പോൾ ഈ ട്രെയിൻ ഡയറക്റ്റ് പോണത് ഈ ബ്രിക്സ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ്, ലാസ്റ്റ് സ്റ്റേഷനാണ്. അവിടെ പോയപ്പോൾ ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ് കേട്ടോ. ഞാൻ ഇത്രയും തിരക്കുള്ളൊരു സിറ്റിയിൽ ഞാൻ പോയിട്ടില്ല. പിന്നെ അവിടെ തന്നെ അവിടുത്തെ മാർക്കറ്റ് കാര്യങ്ങൾ, പൂക്കൾ, എന്തൊക്കെയോ ഞാൻ കാണാത്ത കുറേ സാധനങ്ങൾ അവിടെ കണ്ടു. ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ നമുക്ക് ആൾക്കാരെ ഇടിക്കും, അത്ര തിരക്കായിരുന്നു. എന്താ അറിയില്ല. പിന്നെ ഇതൊക്കെ ഒറിജിനലാണ് കേട്ടോ. എനിക്കാണെങ്കിൽ പൂക്കൾ കണ്ടാൽ കുറച്ച് ആക്രാന്തം കൂടുതലാണ് വീഡിയോ എടുക്കൽ. പിന്നെ ഞാൻ അവിടുത്തെ ഓരോരോ കാഴ്ചകൾ, ഈ സ്പ്രേകളൊക്കെ ഇല്ലേ, നമ്മൾ ഈ ഗൾഫ് കൺട്രീസിലത്തൊക്കെ കാണാൻ പറ്റണ പോലത്തെ അങ്ങനത്തെ സ്പ്രേകൾ, ഇതൊക്കെ പൂക്കളാണ്. സ്പ്രേകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വഴിയിൽ വിറ്റിട്ട്. പിന്നെ ഈ ഒരു റീജിയൻ, ഈ ഒരു ഏരിയ എന്ന് പറയണത് കുറച്ചും കൂടി ഞാൻ ഈ ആഫ്രിക്കൻ ഏരിയയിലുള്ള ആൾക്കാരെ കുറച്ചധികം എനിക്ക് ഇവിടെയാണ് കേട്ടോ കാണാൻ പറ്റിയത്. അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു, പാട്ടും കാര്യങ്ങളും അങ്ങനെ. പിന്നെ മാർക്കറ്റും, ഞാൻ എല്ലാം അങ്ങനെ വീഡിയോ എടുത്ത് നടന്നു. പിന്നെ നമുക്ക് പോകേണ്ട ഇൻ്റർവ്യൂവിൻ്റെ ടൈം ആവണുണ്ടായിരുന്നുള്ളൂ. ഞാൻ ഏകദേശം ഒരു മണിക്കൂർ നേരത്തെയൊക്കെ എത്തി കേട്ടോ. കാരണം വൈകി എത്താൻ പാടില്ലല്ലോ പറഞ്ഞിട്ട് ഞാൻ നേരത്തെയാണ് എത്തിയത്. പിന്നെ ആ സ്ഥലവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് നടന്നു. ഞാൻ അതിൻ്റെ അകത്തോട്ടൊന്നും പോയില്ല കേട്ടോ. അതിൻ്റെ അകത്തോട്ട് നീളത്തിലുള്ളൊരു മാർക്കറ്റാണ്. നമുക്കിപ്പോൾ അതിന് സമയമില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് കുറച്ച് നോട്ടും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത്. ഇതൊരു ജംഗ്ഷനാണ്. ആ ജംഗ്ഷനിൽ നിന്ന് ഒരു സൈഡിലൂടെ പോയാലാണ് ഒരു ഭാഗത്ത് കൂടെ പോയാലാണ് എൻ്റെ ഈ ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലം കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തു. പിന്നെ അറിയാത്ത സ്ഥലമായതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഈ സ്ഥലം എനിക്കെന്തോ കുറേ ആൾക്കാരുള്ളതുകൊണ്ട് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അക്കാദമിയിലെത്തി, അറ്റൻഡ് ചെയ്തു, ഇൻ്റർവ്യൂ കഴിഞ്ഞു. പിന്നെ ഞാൻ തിരിച്ച് വരുന്ന സമയത്ത് കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത്. ആ സമയത്ത് ക്രിസ്മസ് സ്റ്റാർട്ട് ആവാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതെന്ന് പറയുന്നത് മെയിൻ ലണ്ടൻ സ്ട്രീറ്റാണ്. ഇത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ, അതായത് ഈ ട്യൂബ് സ്റ്റേഷൻ്റെ അകത്തുനിന്ന് പുറത്തോട്ട് വരുമ്പോൾ നല്ല ഭംഗിയുള്ള ഇങ്ങനത്തെ ഒരു കാഴ്ചയായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിലോട്ട് തിരിച്ചു പോയി. അങ്ങനെ ഇന്നത്തെ ദിവസത്തിൻ്റെ എൻ്റെ ഫൈനൽ റിയാക്ഷനാണ് ഈ ചിരി ഉദ്ദേശിക്കുന്നത്. എനിക്ക് ജോലി കിട്ടിയെന്നാണ് കേട്ടോ. എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല എനിക്ക് ജോലി കിട്ടിയെന്ന്. അപ്പോൾ ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.